അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇപ്രകാരം ഞങ്ങളോട് പറഞ്ഞു: നിങ്ങൾ രോഗികളായവരെ സന്ദർശിച്ചു കൊണ്ടിരിക്കുക, നിങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോകുന്നവരുടെ ജനാസയെ നിങ്ങൾ അനുഗമിക്കുകയും ചെയ്യുക. ആ രണ്ട് കാര്യങ്ങളും പരലോകത്തെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാകുന്നു. ഒരു സംഭവത്തിൽ വരുന്നു, ഒരു പറ്റം ആൾക്കാർ ജനാസയുമായി ഖബർസ്ഥാനിലേക്ക് പോവുകയായിരുന്നു. അവർ മരണപ്പെട്ടു പോയ മയ്യത്തിനെ കുറിച്ച്, അവൻ്റെ അവസ്ഥകളെ സംബന്ധിച്ചും അവൻ്റെ ജീവിതത്തെ സംബന്ധിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അയവിറക്കി കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവർ കൂടെ ഉണ്ടായിരുന്ന ഒരു മഹാനായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ മരിച്ചുപോയ ആളെക്കുറിച്ച് അയവിറക്കുന്നതിനേക്കാൾ കൂടുതലായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞുപോയ സമയങ്ങളെ അയവിറക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ തിരുത്തൽ വരുത്താൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്കത് ഏറ്റവും ഉത്തമമായേനെ. കാരണം നിങ്ങൾ കൊണ്ടുപോകുന്ന ജനാസ മരണപ്പെട്ട ആളാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞു. ഒരാൾ മരണപ്പെടുമ്പോൾ 3 ഭയാനകമായ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെടും എന്ന് ആ മനുഷ്യൻ പറയുകയുണ്ടായി. ഏതൊക്കെയാണ് മരണപ്പെടുന്ന ആൾ രക്ഷപ്പെടുന്ന 3 ഭയാനക കാര്യങ്ങൾ? ഒന്ന്, മലക്കുൽ മൗത്ത് ഇസ്രായേൽ അലൈഹി സ്വലാമിനെ കാണുക എന്ന ഒരു കടമ്പയാണ്. അത് അദ്ദേഹം കണ്ടു കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ അവസ്ഥ കഴിഞ്ഞു. രണ്ടാമത്തത് മരണത്തിൻ്റെ വേദനയാണ്, അത് അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞു. മൂന്നാമത്തേത് അന്ത്യം എങ്ങനെയായിരിക്കുമെന്ന പേടിയാണ്. നല്ലതായിരിക്കുമോ മോശമായിരിക്കുമോ, ഈമാനോടുകൂടി ആയിരിക്കുമോ അല്ലാതെ ആയിരിക്കുമോ അവസാനത്തെ യാത്ര വിധിച്ചിരിക്കുന്നത് എന്നുള്ള ഭയം. ഈ 3 കാര്യങ്ങൾ ഈ കൊണ്ടുപോകുന്ന ജനാസയെ സംബന്ധിച്ചും അവസാനിച്ചു കഴിഞ്ഞു. ഈ 3 കാര്യങ്ങളും നിങ്ങളിൽ ബാക്കിയാണ്. നിങ്ങൾ ഇനി മലക്കുൽ മൗത്തിനെ കാണാൻ പോകുന്നുണ്ട്, മരണത്തിൻ്റെ കയ്പ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ അന്ത്യം എങ്ങനെയാണ് എന്ന കാര്യം നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് അയവിറക്കുക, ചിന്തിക്കുക, തിരുത്തുക. അതാണ് നിങ്ങൾക്ക് നല്ലത് ഈ മരിച്ചുപോയ ആളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ എന്ന മഹാനായ മനുഷ്യൻ പറഞ്ഞു. മലക്കുൽ മൗത്തിനെ കാണുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ കാണുന്ന ഏറ്റവും ഭീകരമായ കാഴ്ചയാണ് എന്ന ഹദീസിൽ വരുന്നുണ്ട്. മലക്കുൽ മൗത്ത് ഇസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ കാഴ്ചയാണ്. രണ്ടാമത്തേത് മരണത്തിൻ്റെ രുചി, അതിൻ്റെ വേദന എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ, ഏറ്റവും കടുത്ത വേദനയാണ്. അതിനേക്കാൾ വലിയൊരു വേദനയില്ല ലോകത്ത്. മൂന്നാമത്തേത് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട കാര്യമാണ് അവസാനം എങ്ങനെയായിരിക്കും സംഭവിക്കുക എന്ന കാര്യം. അള്ളാഹു കാക്കുമാറാവട്ടെ. ചില ഹദീസിലൊക്കെ വരുന്നുണ്ട്, ചില മനുഷ്യർ ജീവിതകാലം മുഴുവനും സ്വർഗത്തിൻ്റെ അമൽ ചെയ്യും, അവസാന സമയത്ത് നരകത്തിൻ്റെ അമൽ ചെയ്ത് ഈമാനില്ലാതെ ചത്തുപോകും. ചില ആൾക്കാർ ഇങ്ങനെയുണ്ട്, ഹദീസിൽ വരുന്നുണ്ട്. ചില ആൾക്കാർ ജീവിതകാലം മുഴുവനും നരകത്തിൻ്റെ അമൽ ചെയ്യും, അവസാന സമയത്ത് സ്വർഗത്തിൻ്റെ അമൽ ചെയ്ത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പം അങ്ങനെയാണ് ഒരാളുടെ അന്ത്യം എന്ന് ഒരിക്കലും നമുക്ക് നേരത്തെ പ്രവചിക്കാൻ സാധിക്കില്ല. അത് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട കാര്യം ഒരു മനുഷ്യൻ്റെ അന്ത്യം എങ്ങനെയാകുമെന്ന കാര്യമാണ്. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന മരണത്തിൻ്റെ വേദനയാണ്. ഒരു മനുഷ്യൻ കാണുന്ന ഏറ്റവും ഭയപ്പെടുത്തുന്ന രൂപം മലക്കുൽ മൗത്തിൻ്റെ രൂപമാണ്. ഈ 3 വസ്തുക്കളും ഈ മരിച്ചവരിൽ കഴിഞ്ഞു കടന്നിരിക്കുന്നു. നിങ്ങളിൽ ഇത് വരാനുണ്ട്, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്ന് മഹാനായ മനുഷ്യൻ പറഞ്ഞതായി ഹദീസിൽ വരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ രോഗികളെ കൂടുതലായി സന്ദർശിക്കുക, മരണപ്പെട്ടവരുടെ ജനാസ നിങ്ങൾ കൊണ്ടുപോവുക, അനുഗമിക്കുക, അടക്കാൻ വേണ്ടി കൂടുക, നമസ്കാരത്തിന് കൂടുക. നിങ്ങൾക്ക് നിങ്ങളുടെ പരലോകത്തെക്കുറിച്ച് അവകൾ ഓർമ്മിപ്പിച്ചു തരും, ഓർമ്മ വരുത്തും നിങ്ങളുടെ ഹൃദയത്തിൽ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി.
അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു